സോ ഹലോ ഗൈസ്, ജി ബ്ലോഗ്സിൻ്റെ വേറെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പീക്കറിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോണത് ഗൈസ്. അപ്പം അതിന് മുമ്പേ ആയിട്ട് എനിക്ക് ഒരു ബോട്ടിൻ്റെ ഒരു പവർ ബാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാത്തതിൻ്റെ കാരണം വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. അതിൽ അൺബോക്സ് ചെയ്യാം, ജസ്റ്റ് ഒരു പവർ ബാങ്ക് ആണെന്നേ ഉള്ളൂ. അതിൻ്റെ വേണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടാം, റിവ്യൂ പോലെ. അപ്പം അൺബോക്സിങ് ഉള്ള ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചത്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് PUBG ഒക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു വന്നത്. സാധനം വന്നു അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പതിവില്ലാതെ ഞാൻ വെളിയിൽ വെച്ചാണ് അൺബോക്സ് ചെയ്യുന്നത്. കാരണം അകത്ത് റൂമിൽ ലൈറ്റ് ഇല്ല, മഴയൊക്കെ പെയ്ത് ആകെ കുളമായിരിക്കണം. ഇതൊക്കെ എൻ്റെ ചെടിയാണ്. സോ ഇത് ഞാൻ കുറച്ച് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം അവിടെ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി. ഈ പ്ലാസ്റ്റിക് കവർ പൊളിക്കാൻ നല്ല എളുപ്പമാണ് ഗൈസ്. സോ മൊത്തം ഒന്ന് പൊളിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ JBLൻ്റെ ആണ് സ്പീക്കർ. സോ ഈ ബബിൾ ട്രാപ്പും കുന്തവും കോപ്പൊക്കെ എടുത്ത് കളയാം. എനിക്ക് ഈ സ്പീക്കർ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. അത്ര ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഈ സ്പീക്കർ. എനിക്ക് വൺ ഓഫ് ദി ഫേവററ്റ് ബ്രാൻഡാണ് എൻ്റെ JBL. ഞാൻ നേരത്തെ ഒരു JBL സ്പീക്കറിൻ്റെ അൺബോക്സിങ് ഇട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ കുറച്ച് ഹിറ്റായ വീഡിയോ ആണത് എൻ്റെ ചാനലിൽ. സോ ഗൈസ് വെയിറ്റ്. സോ ഗൈസ് വീണ്ടും ഇവന്മാരുടെ കാര്യം വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ ഗൈസ്. ഫോക്കസ് ആയിട്ടോ, ഫോക്കസ് ആയില്ല. ഓക്കെ ഫോക്കസ് ആയി. കോപ്പ് എത്രാമത്തെ കവറാണിത്? ഞാൻ ഇവിടെ വലിച്ചിട്ട് ദൂരെ കളയാം. ഞാൻ മാക്സിമം സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുക ഗൈസ്. നോക്കാം. വാ, നമ്മുടെ ആശാൻ ഇവിടെ ഉണ്ട്. JBL ഹെയർമാൻ JBL. ഓക്കെ ഗൈസ്. സോ ബ്ലൂടൂത്ത് ആണ്, 10 hour ബാറ്ററി ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ IP7 6 എന്തോ വാട്ടർ പ്രൂഫാണ് സാധനം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അയക്കാം. കണ്ടില്ലേ ഇത്? പക്ഷേ എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിലാണ് കിട്ടിയത്. 10 hours ഓഫ് പ്ലേ ടൈം, പിന്നെ IP7 വാട്ടർ പ്രൂഫാണ്, പിന്നെ എല്ലാം ഉണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, വൃത്തിയുടെ കാക്കയായിരുന്നു, ചുമ്മാ സൗണ്ട് ഉണ്ടായി കാക്ക ഇവിടെ. ഓക്കെ, നമുക്കപ്പോൾ അൺബോക്സ് ചെയ്യാം. പതുക്കെ എടുക്കാം, കാരണം നല്ല വില മതിക്കുന്ന ഒരു മുതലായി ഇത്. സോ പെട്ടി ഇറക്കുമ്പോൾ ആദ്യം തന്നെ ഒരു USB ഡേറ്റ കേബിൾ കിട്ടും, അവിടെ വച്ചേക്കാം. പിന്നെയാണ് നമ്മുടെ മുതലിരിക്കണം ഇവിടെ. നല്ല പാക്കിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത് കുട്ടൻ. പതുക്കെ ഇറക്കി വയ്ക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പൈസ പോകണ വഴി അറിയില്ല. ഓ മൈ ഗോഡ്, ഇതെങ്ങനെയാണ് തുറക്കുന്നത്? അയ്യോ, ഇതെങ്ങനെയാണ് എടുക്കുന്നത് ഈശ്വര? ഇത് അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. ഓക്കെ. ക്ലിപ്പ് 3 ഒരു യൂസർ മാനുവലുണ്ട്, പ്ലസ് വാറണ്ടി കാർഡാണ്. സോ ഒരു വിധത്തിൽ പുറത്ത് വന്നു. ഇതാണ് നമ്മുടെ സ്പീക്കർ. സോ ഇതിൻ്റെ ഒരു ക്ലോസ് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം, പ്ലസ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഗൈസ്, ഈ സ്പീക്കറിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ JBL സിഗ്നേച്ചർ സൗണ്ട് ഉണ്ട്. പിന്നെ വന്നിട്ട് ഇത് 10 hours ഓഫ് പ്ലേ ബാക്ക് ടൈം നിങ്ങൾക്ക് തരുന്നതാണ്. ഈ സ്പീക്കർ IP7 വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതുവഴി നിങ്ങൾക്ക് ഈ സ്പീക്കർ യൂസ് ചെയ്ത് ഈസിലി ഗൂഗിൾ അസിസ്റ്റൻറ്റിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഇൻഡിക്കേറ്റഡ് കാരബൈനർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് എവിടെ വേണം ഹുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. പിന്നെ അതിലൊരു റബ്ബർ പാഡും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും സർഫസിൽ വയ്ക്കാൻ ചിറകി പോകാതിരിക്കാനാണ് അതുള്ളത്. പിന്നെ ഇതിൽ നോയ്സ് എക്കോ ക്യാൻസലിംഗ് മൈക്രോഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഫോണിൽ കണക്ട് ചെയ്ത് സംസാരിക്കാം, കോളും ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും തോന്നത്തില്ല. ഇതിൽ പിന്നെ 1 year വാറണ്ടി കമ്പനി തരുന്നതാണ്, മാനുഫാക്ചർ വാറണ്ടിയാണ്. പിന്നെ ഇതിൽ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് 3.3 watts ആണ്. പിന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വരുന്നത് 80 dB ആണ്. ഇതൊരു സ്റ്റീരിയോ എനേബിൾ ആയിട്ടുള്ളൊരു സ്പീക്കറാണ്. സോ
ഗൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പവർ ബട്ടൺ ഓൺ ആക്കാം. ചാർജ് ഉണ്ടാ? ഓക്കെ, ചാർജ് ഉണ്ട്, പൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് സൗണ്ട് മാക്സിമം ആക്കാം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമുക്ക് സൗണ്ട് മാക്സിമം ആക്കാം. ഓക്കെ ഗൈസ്, സൗണ്ട് മാക്സിമം ആയി. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സോ ഗൈസ്, പാട്ടിടുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ പവർ ബാങ്ക്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ഇല്ല ഇതിൽ വീഡിയോ ഇടാൻ. അപ്പം നല്ല മഴയും പെയ്യുന്നു ഗൈസ്. ഇതിൻ്റെ കൂടെ ഒരു ഡേറ്റ കേബിൾ കിട്ടും. പിന്നെ പവർ ബാങ്കും ഒരു വലിയ യൂസർ മാനുവൽ പോലത്തെ സാധനവും കിട്ടും. അതിൽ കുറേ അതിൻ്റെയൊക്കെയോ പടങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആണ് ഗൈസ്. നല്ല ചാർജിങ് ഒക്കെ അകത്തോട്ട് നല്ല പെട്ടെന്ന് കയറുന്നുണ്ട്, ഇങ്ങോട്ടും പെട്ടെന്ന് കയറുന്നുണ്ട് ചാർജ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചാർജ്. ഞാൻ ഇപ്പോൾ കുത്തിയിട്ടതേ ഉള്ളൂ ചാർജിന്. സോ ഗൈസ്, ഫോണൊന്ന് ഓൺ ചെയ്തിട്ട് ഇത് എൻ്റെ പഴയ മോട്ടോയുടെ ഫോണാണ്. ഹലോ മോട്ടോയുടെ വീഡിയോ ഒക്കെ വരണുണ്ട്. വെയിറ്റ് ഓണാവണമെന്ന് നോക്കട്ടെ. ഈ ഫോണ് നല്ല പണിയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരുവത്തിലാക്കി എടുത്തതാണ് ഈ ഫോണ്. 1% ഇപ്പോൾ കുത്തിയിട്ടതേ ഉള്ളൂ ഫോണ് ചാർജിന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പ്ലേ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അപ്പോൾ കണക്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഫോക്കസ് ഇട്ടുകൊണ്ട് ചെറുതായിട്ട് എന്താണ് അതാ ഈ പറഞ്ഞ ഡീപ്പ് ചെയ്യുക നല്ലതുണ്ട് പ്ലേ ചെയ്യാം. ഇത് ചെറിയ സൗണ്ടാണ് കേട്ടോ, ഫുൾ സൗണ്ട് ആയില്ല. ഇതാണ് ഫുൾ സൗണ്ട്. ഇതാണ് ഫുൾ സൗണ്ട്. ഫുൾ സൗണ്ട് ഗൈസ്, നല്ല ബാസ് ഉണ്ട് ഗൈസ്. പോസ് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ സൗണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അത് ഇപ്പോഴല്ല, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പഠിച്ചിട്ട് ശേഷം എനിക്ക് ഇവർ പറയുന്ന ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വാട്ടർ ടെസ്റ്റും കൂടി ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൂട്ടി ചെയ്യണം ഗൈസ്. അപ്പം ഇതേപോലത്തുള്ള പുതിയ നല്ല അൺബോക്സിങ്ങൊക്കെയായി വീണ്ടും സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ഫ്രം ജി വ്ളോഗ്സ്. ബൈ ഗൈസ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഓക്സും അതേപോലെ തന്നെ ചാർജിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. പെൻഡ്രൈവോ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് ക്ലിപ്പ് 3 എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ക്ലിപ്പ് ചെയ്തിടാം ഇവിടെ ഇങ്ങനെ. ഇപ്പോൾ എനിക്കിതാ ഈ ഗ്രില്ലിൽ ക്ലിപ്പ് ചെയ്യണം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കിടക്കും. ചിറകി പോയിരിക്കേണ്ട നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഓക്കെ.